ടൗണിലെ റെയിൽവേ സ്റ്റേഷൻ. പതിവ് സമയം തെറ്റിച്ച് ട്രെയിനുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന സമയം. ആളുകൾ തലങ്ങും വിലങ്ങും പോയിക്കൊണ്ടേയിരിക്കുന്നു. അവർക്കിടയിൽ ആരാലും ശ്രദ്ധിക്കാതെ ഒരു യാചകനുണ്ട്. അവിടുന്ന് കിട്ടുന്ന കാശ് കൊണ്ട് തന്റെ വയറ് നിറയ്ക്കുവാൻ പാടുപെടുന്ന ഒരാൾ. ഒരു ദിവസം പതുപോലെ യാചകൻ ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഭിക്ഷ യാചിക്കുകയായിരുന്നു. അയാളുടെ ശ്രദ്ധയിൽ അന്ന് ഒരു വ്യക്തി വിട്ടു. നല്ല ഉയരമുള്ള കോട്ടും സൂട്ടും ധരിച്ച ഒരു വ്യക്തി. അയാൾ ആ ആൾക്കൂട്ടത്തിനിടയിൽ തന്റെ ട്രെയിൻ പിടിക്കുവാനായി നടന്നു വരികയാണ്. അയാളെ കണ്ടപ്പോൾ യാചകന്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷ തോന്നി. ഇയാളെ കണ്ടിട്ട് ധനികനാണെന്ന് തോന്നുന്നു. ഇയാളോട് ചോദിച്ചാൽ എനിക്ക് എന്തെങ്കിലും പണം അധികം നൽകുമായിരിക്കും. അയാൾ അടുത്തെത്തിയപ്പോൾ യാചകൻ തന്റെ പാത്രം നീട്ടി ഭിക്ഷ യാചിച്ചു. എന്നാൽ യാചകനെ നോക്കിയ അയാൾ ഒരു സംശയഭാവത്തിലാണ് നിന്നത്. അയാൾ ആ യാചകനോട് ചോദിച്ചു, ഞാൻ പണം നൽകിയാൽ നീ എന്താണ് എനിക്ക് തിരികെ നൽകുക? പെട്ടെന്ന് ആ ചോദ്യത്തിൽ യാചകന് ഒന്നും മനസ്സിലായില്ല. യാചകൻ ചോദിച്ചു, എൻ്റെ കയ്യിൽ എന്താണ് തരാനുള്ളത്? എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ യാചിക്കുകയുള്ളൂ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊരു വ്യാപാരിയാണ്, കൊടുക്കൽ വാങ്ങലിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിനക്ക് നൽകുവാനൊന്നുമില്ലെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. തൻ്റെ ട്രെയിൻ എത്തിയപ്പോൾ അയാൾ ആ ട്രെയിനിൽ കയറിപ്പോയി. എന്നാൽ അയാൾ പറഞ്ഞത് എന്താണ്? യാചകൻ ആലോചിച്ചു. അയാൾക്കൊന്നും മനസ്സിലായില്ല. ഞാനൊന്നും കൊടുക്കാത്തത് കൊണ്ടാണോ എനിക്ക് ഭിക്ഷ അധികമായി കിട്ടാത്തത്? അയാൾ അതും ആലോചിച്ചു നടന്നു. 2-3 ദിവസം അയാളുടെ മനസ്സിനുള്ളിൽ ഇതേ കാര്യം തന്നെയായിരുന്നു. ഇനി എന്തെങ്കിലും നൽകിയാൽ മാറ്റമുണ്ടാവുമോ? അയാൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തിരുന്ന് ഇതിനെപ്പറ്റി തന്നെ ആലോചിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ആലോചനയിൽ ആ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മനോഹരങ്ങളായ കുറച്ച് പൂക്കൾ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ തീരുമാനിച്ചു, ഞാൻ ഈ പൂക്കൾ പറിക്കാം, എന്നിട്ട് എനിക്ക് ഭിക്ഷ നൽകുന്നവർക്കെല്ലാം ഓരോ പൂ വെച്ച് നൽകാം. അപ്പോൾ അവർ നൽകുന്ന കാശിന് ഞാൻ എന്തെങ്കിലും തിരികെ നൽകുന്നുണ്ടല്ലോ. പിറ്റേ ദിവസം അയാൾ കുറച്ച് പൂക്കൾ പറിച്ചുകൊണ്ടാണ് ആ റെയിൽവേ സ്റ്റേഷനിൽ ഭിക്ഷ യാചിക്കാൻ എത്തിയത്. തനിക്ക് ഭിക്ഷയായി നൽകുന്നവർക്കെല്ലാം അയാൾ ഓരോ പൂ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾ ഇതുതന്നെ ആവർത്തിച്ചപ്പോൾ അയാൾക്കൊരു കാര്യം മനസ്സിലായി. താൻ ഇത്ര നാൾ വെറുതെ ഭിക്ഷ അയച്ചപ്പോൾ കിട്ടിയിരുന്ന കാശിനേക്കാൾ അധികമാണ് ഇപ്പോൾ പൂ കൊടുക്കുമ്പോൾ കിട്ടുന്നത്. എന്തെങ്കിലും കൊടുത്താൽ എന്തെങ്കിലും തിരിച്ചു കിട്ടും. താൻ നേരത്തെ ഭിക്ഷ യാചിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ് പൂ കൊടുക്കുമ്പോൾ കിട്ടുന്നത്. അയാൾക്ക് മനസ്സിലായി, എന്തെങ്കിലും കൊടുക്കുമ്പോൾ അധികമായി ലഭിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ പിന്നീടുള്ള എല്ലാ ദിവസങ്ങളും പൂക്കളുമായി റെയിൽവേ സ്റ്റേഷനിൽ വരികയും ഭിക്ഷ യാചിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അന്ന് അയാളോട് ആ ചോദ്യം ചോദിച്ച് കടന്നുപോയ ആ കോട്ടും സൂട്ടും ധരിച്ച വ്യക്തിയെ വീണ്ടും ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു. ആൾക്കൂട്ടത്തിനിടയിൽ നടന്നു പോകുന്ന അയാളുടെ അരികിലേക്ക് ഓടിയെത്തിയ യാചകൻ അയാളോട് ഭിക്ഷ ചോദിച്ചു. വീണ്ടും ആ യാചകനെ സംശയഭാവത്തിൽ നോക്കിയ അയാളോട് യാചകൻ പറഞ്ഞു, ഇത്തവണ എനിക്ക് താങ്കൾക്ക് തരാൻ കുറച്ച് പൂക്കളുണ്ട്. താങ്കൾ എനിക്ക് ഭിക്ഷ നൽകുമ്പോൾ ഞാൻ താങ്കൾക്ക് പൂക്കൾ നൽകും. ആ വാക്കുകൾ കേട്ടപ്പോൾ അയാൾ ആ യാചകന് ഭിക്ഷ നൽകി. പകരം യാചകൻ പൂക്കളും നൽകി. കുറച്ചധികം മാസങ്ങൾക്ക് ശേഷം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാത്തു നിൽക്കുകയായിരുന്ന കോട്ടും സൂട്ടും ധരിച്ച ആ വ്യക്തിക്കരികിൽ മറ്റൊരാൾ വന്നു. അയാളും കോട്ടും സൂട്ടും ധരിച്ചിരുന്നു. അയാൾ ചോദിച്ചു, താങ്കൾക്ക് എന്നെ മനസ്സിലായോ? മറ്റേയാളൊന്ന് സംശയിച്ചു. ആരാണ് താങ്കൾ? എനിക്ക് താങ്കളെ മനസ്സിലായില്ല. ആൾ പറഞ്ഞു, നമ്മൾ ഇതിനു മുമ്പ് 2 വട്ടം കണ്ടിട്ടുണ്ട്. 2 വട്ടമോ? എനിക്ക് താങ്കളെ മനസ്സിലാവുന്നില്ല. ആദ്യത്തെ വട്ടം കണ്ടപ്പോൾ ഞാൻ എന്താണ് ജീവിതത്തിൽ ചെയ്യേണ്ടതെന്ന് താങ്കൾ എനിക്ക് പറഞ്ഞു തന്നു. 2ാമത്തെ വട്ടമോ? താങ്കൾ ഞാൻ ആരാണെന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്തി. അയാൾ ഒന്ന് സംശയിച്ചു. ഞാൻ പണ്ടൊരു യാചകനായിരുന്നു. താൻ പണ്ട് ഒരു യാചകനോട് സംസാരിച്ചതിനെ പറ്റി അയാൾ ചോദിച്ചു, താൻ ആകെ മാറിയിരിക്കുന്നല്ലോ. അതെ, എന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു മാറ്റങ്ങൾ സംഭവിച്ചു. അന്ന് താങ്കൾ എന്നോട് സംസാരിച്ചതിന് ശേഷം ഞാൻ കുറെ ചിന്തിച്ചു. ആദ്യം കുറച്ച് പൂക്കൾ പറിച്ച് എനിക്ക് ഭിക്ഷ നൽകുന്നവർക്ക് പകരം നൽകി. അന്ന് ഞാൻ മനസ്സിലാക്കി, എനിക്ക് അധിക ഭിക്ഷ ലഭിക്കുന്നത് ഞാൻ അവർക്ക് പൂക്കൾ നൽകുന്നതുകൊണ്ടാണ്. അപ്പോഴാണ് താങ്കളെ ഞാൻ വീണ്ടും കാണുന്നത്. അപ്പോൾ താങ്കൾ എനിക്ക് മനസ്സിലാക്കി തന്നു ഞാനൊരു വ്യാപാരിയാണെന്ന്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ബോധ്യം വന്നു. പ്രകൃതിയുടെ ഒരു നിയമം താങ്കൾ എന്നെ പഠിപ്പിച്ചു. നമുക്ക് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും തിരികെ നൽകണം.